പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ 1000 നന്ദികൾ അർപ്പിക്കുന്നു, സ്തുതികൾ അർപ്പിക്കുന്നു. ഞാനിവിടെ 2019 മാർച്ച് 3-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് കാലുകുത്തുന്നത്. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്നായിരുന്നു. അത് 2 പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം 3-ാം തവണയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നത്. എൻ്റെ പേര് രാജീസ് വർഗീസ് എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. സെൻറ്റ് മേരീസ് ഫൊറോന പള്ളി ഇടവക അംഗമാണ്. എനിക്കിവിടെ പറയാനുള്ളത്, മുൻ സാക്ഷ്യങ്ങളിലെല്ലാം പറഞ്ഞത് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. ഇപ്പോൾ 2023 ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വലിയൊരു അസുഖമുണ്ടായി. അസുഖമെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ത്രീകൾക്ക് പറഞ്ഞാൽ അറിയാം, ഹെവി ബ്ലീഡിങ്. ഒരു നിലയ്ക്കും മനുഷ്യൻ എന്ന് പറഞ്ഞൊരാൾ നിന്ന് ഉരുകി പോണ പോലെ തോന്നും. ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചു. ഉടമ്പടി എടുത്തിട്ടും എന്തുവാണ് മാതാവ് എനിക്കിങ്ങനെ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. എന്നിരുന്നാലും എൻ്റെ പ്രവർത്തനങ്ങളും ഉടമ്പടി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വീഴ്ചയില്ലാതെ വയ്യെങ്കിലും ഞാൻ അത്ര ക്ഷീണിതയായാലും ഞാൻ എൻ്റെ ഉടമ്പടി തെറ്റിച്ചിട്ടില്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് വന്നു. അത് എനിക്കിവിടെ വിവരിച്ച് പറയാൻ പറ്റില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു സഹോദരിമാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും ഹെവി ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്. പക്ഷേ മരുന്നുകളാണെങ്കിൽ മുഴുവൻ അലർജിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് മരുന്നുകളുടെ പുറകെ പോകാനും പറ്റില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ പ്രാർത്ഥനയിൽ മാത്രം നിന്നു. പതിവ് പോലെ ഞാനിവിടെ വരും, ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിക്കും, പുതുക്കും, പോകും, ഇവിടെ കുറേ നേരം ഇരിക്കും, കൊന്ത ചൊല്ലും, അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിവിടുന്ന് പോകും. അപ്പോൾ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി, ഈശോ നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട്, രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഉടുപ്പിൻ്റെ വിളുമ്പിലെന്ന് തൊട്ടാൽ സുഖം പ്രാപിക്കും എന്നുള്ളൊരു വിശ്വാസം. അത് എൻ്റെ ഈശോയിനെ ഞാൻ ജോസഫച്ചനിൽ കണ്ടിട്ട്, ജോസഫച്ചൻ്റെ ഉടുപ്പിൻ്റെ തുമ്പിൽ ആ വിളുമ്പിലൊന്ന് എനിക്ക് തൊടാനൊന്ന് പറ്റിയെങ്കിൽ ഞാൻ സുഖം പ്രാപിക്കുമെന്നുള്ളത് എനിക്ക് അങ്ങനെ മനസ്സിൽ ഞാൻ അങ്ങനെ തോന്നിയെങ്കിലും അടുത്ത് ചെന്നു ടോക്കൺ എടുത്തു. അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാനായിട്ട് പേടിയാണ്. ഉടുപ്പമ്മക്ക് തൊടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമായിരുന്നു. അതൊന്നും ചെയ്തില്ല. അച്ഛൻ്റെ അടുത്ത് രോഗത്തിൻ്റെ ഒരു ടോക്കൺ എഴുതിയത് കൊടുത്തു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സൈത്തിൽ എൻ്റെ കൈവിരൽ തമ്പ് മുക്കി. ഈ കൈവിരൽ എന്നോട് പറഞ്ഞു, ഉദരത്തിൽ കുരിശിട്ട് നീ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അതുപോലെ തന്നെ ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഉദരത്തിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അച്ഛനെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് പേടിയാണ്. അച്ഛൻ്റെ ഉടുപ്പിൻ്റെ വിളിമ്പിൽ തൊടാനായിട്ട് ആഗ്രഹിച്ച എനിക്ക് ഭയം കൊണ്ട് അച്ഛനെ നോക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാനിവിടുന്ന് പോന്നു, വീട്ടിൽ വന്നു. അന്ന് എനിക്ക് ഭയങ്കരമായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, കൂടുതൽ മേലാണ്ടായി എനിക്ക്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. എന്താണ് ഇങ്ങനെ കുറയാത്ത, ഇനി ഹോസ്പിറ്റലിൽ പോയാൽ എന്താ ഉണ്ടാവുകയെന്നൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, 2-ാം ദിവസം വന്നതാണ് എനിക്ക് സ്വിച്ച് ഇട്ട പോലെ ഇത് കംപ്ലീറ്റ് ഇല്ലാതായി. എനിക്ക് വളരെ ആശ്വാസം തോന്നി. ഇത് എവിടെ പോയി, ഇത്രയും വലിയൊരു സംഭവമായിരുന്നത് പിന്നീട് എനിക്ക് ഇന്ന് വരെ ഈ തീയതി വരെ ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു കാര്യം. രണ്ടാമത് പറയുകയാണെങ്കിൽ ഈശോ അമ്മ മാതാവ് തന്ന ഒരു അനുഗ്രഹം എന്ന് പറയണത്, എൻ്റെ കണ്ണിനകത്ത്, വലത് കണ്ണിനകത്ത് ഒരു അരിമ്പാറ ഈ കണ്ണിൻ്റെ തടത്തിൽ, കണ്ണിൻ്റെ ഈ കണ്ണിമ വെട്ടുമ്പോഴത്തേനും അത് തടയുമായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമായിരുന്നു എനിക്ക്. അത് കണ്ണ് അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ കോട്ടയത്ത് തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. അത് ഡോക്ടർ നോക്കിയപ്പോഴത്തേനും പറഞ്ഞു, അത് ഒരു പ്രത്യേകം പോലെ തോന്നുന്നല്ലോ, അത് സർജറി ചെയ്യണം, അതിന് വേണ്ടി വലിയൊരു സർജനെ പുറത്തുനിന്ന് കൊണ്ടുവരണം, അത് ബയോപ്സിക്ക് വിടണം എന്നൊക്കെ പറഞ്ഞ് തന്നെ
അവിടുന്ന് ഞാൻ പോന്നു. അത് കേട്ടിട്ട് വളരെ വിഷമത്തോടു കൂടി പോന്നു. അതൊക്കെ കണ്ട് കാലം തൊട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ ഈ ഉടമ്പടി തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഈ സർജറിയൊക്കെ ഭയമാണ്, എനിക്ക് എന്നെക്കൊണ്ട് വയ്യ, അമ്മ മാതാവ് തന്നെ എനിക്കത് മാറ്റി തരണമെന്ന് ഞാൻ പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കണ്ണ് അടയ്ക്കാനും തുറക്കാനൊക്കെ വായിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് ഈ മാതാവിൻ്റെ ഈ തൈലം വെച്ച് കുരിശിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എൻ്റെ കണ്ണിനകത്ത് ഇപ്പോൾ അടയാളം പോലും കാണുന്നില്ല. ഒരു വലിയ പയറുമണി വലുപ്പത്തിലുണ്ടായിരുന്നതായിരുന്നു. ഇപ്പോൾ എനിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല, ആരും പറ കാണുന്നേ ഇല്ല, എവിടെ സ്ഥലം പോലും എനിക്കറിയുന്നില്ല. ഇപ്പോൾ അത്രയും പ്രയാസപ്പെട്ട 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിരുന്നത്, എനിക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഈശോ മാതാവ് തന്നിട്ടുണ്ട്. അത് ഇവിടെ സാക്ഷ്യം പറയാൻ അത്രയും സമയം തികയില്ല. അതുപോലെ തന്നെ ഈ പത്രത്തിൽ എഴുതി കുറിക്കാനും പറ്റില്ല. ദിനംതോറും ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾ കൊച്ചും വലുതുമായിട്ട് ഞാൻ ചിന്തിക്കേണ്ട അപ്പുറത്തായിട്ട് ഈശോ എനിക്ക് എല്ലാം തരുന്നുണ്ട്. ഈശോയുടെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ, നിയമാവർത്തനം 28:10 പറയുന്നുണ്ടല്ലോ, നിന്റെ നാമം നീ വഹിക്കുന്നത്, ഈശോയുടെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള ജനങ്ങൾ നിന്നെ ഭയപ്പെടുമെന്ന്. ആ ഒരു തിരുവചനം അനുസരിച്ച് ഞാൻ പുറത്തു പോകുമ്പോൾ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈശോ തമ്പുരാനും മാതാവും എനിക്ക് എല്ലാം ചെയ്തു തരുന്നുണ്ട്. ഒന്നിനും ഞാൻ നിരാശയായിട്ട് മടങ്ങി വന്നിട്ടില്ല. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു പത്രത്തിൽ നിന്ന് തുടങ്ങിയ ഈ ഉടമ്പടി പത്രം വിതരണം 10 കിറ്റ് വരെ ഇപ്പോൾ ആയി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ചെയ്യുന്നത്, ഇവിടുന്ന് കോട്ടയത്തുനിന്ന് ഞാൻ ട്രെയിൻ കയറും. ഓടുന്ന ട്രെയിനിലെല്ലാം പാസഞ്ചേഴ്സുകൾക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് ഈ പത്രങ്ങളെല്ലാം തന്നെ ഞാൻ ഈ അറ്റം തൊട്ട് അങ്ങറ്റം വരെ നടന്നുകൊണ്ട് പത്രം ഞാൻ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അത് തൃശ്ശൂർ വരെ ചിലപ്പോൾ നീളും എൻ്റെ യാത്ര. അവിടെ നിന്ന് റിട്ടേൺ ബാക്ക് വീണ്ടും കോട്ടയത്തോട്ട് വരും. പിന്നെ അവശേഷിക്കുന്ന പത്രങ്ങളുണ്ടാവും കുറേ എന്നാലും. അപ്പോൾ ഞാൻ KSRTC ബസ്സിൽ പോകും. ബസ്സുകൾ 14 ജില്ലകളിലും പോകുന്ന KSRTC ബസ്സുകളിലെല്ലാം ഞാൻ കയറി യാത്രക്കാർക്കൊക്കെ ഞാൻ ഈ പത്രം കൊടുക്കും. ചിലർ എന്നെ വഴക്ക് പറയും, എന്നെ ഓടിക്കും. അപ്പോഴും ഞാൻ പത്രം ബസ്സിൻ്റെ ജനൽ വഴി താഴ്ത്തിട്ടിട്ടുണ്ട്. ചവിട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ ഓടി ചെന്ന് ഈ പത്രം നെഞ്ചോട് അടക്കി മാതാവേ ക്ഷമിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ എടുത്തു. വീണ്ടും ഞാൻ അതുപോലെ എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്, എൻ്റെ വീടിനടുത്ത് 1 കിലോമീറ്റർ ദൂരെ ഒരു ആശ്രമമുണ്ട്. അമ്മമാർ മാത്രം താമസിക്കുന്ന ഒരു ആശ്രമമാണ്. 36 അമ്മമാരുണ്ട് എനിക്ക് അവിടെ. ആ അമ്മമാരെ മുഴുവൻ എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടെ പോകും. ആ ബുധനാഴ്ചകളിൽ അവിടെ പോയിട്ട് അമ്മമാരുടെ കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും റൂമുകളൊക്കെ ഞാൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും. ആ അമ്മമാരെല്ലാം നിരത്തിയെടുത്ത് നിർത്തി കസേരയിൽ ഇരുത്തി കാലിൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് ഞാൻ എല്ലാ അമ്മമാരുടെ നഖം വെട്ടി കൊടുക്കുമായിരുന്നു. കൈനഖവും കാലിൻ്റെ നഖമൊക്കെ വെട്ടി കൊടുക്കും. പിന്നെ ഞാൻ അവരുടെ വസ്ത്രങ്ങൾ കഴുകാറുണ്ട്. പിന്നെ അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ പാത്രങ്ങൾ കഴുകാൻ പോലും പറ്റാതെ അമ്മമാർ വിഷമിക്കുന്നത് കാണുമ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി കൊടുക്കുമായിരുന്നു. അതുപോലെ അതെൻ്റെ ഒരു ജീവിത ദിനചര്യയായിട്ട് ഞാൻ എല്ലാ ബുധനാഴ്ചയും ആ അമ്മമാരെ സന്ദർശിക്കാൻ പോവും. മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ട് അവിടെ ഞാൻ സർജിക്കൽ വാർഡ് സന്ദർശിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ പോകും. പിന്നെ ന്യൂറോ വാർഡിൽ പോകും, ഓങ്കോളജി തൊട്ട് അങ്ങനെ ഞാൻ എല്ലാ വാർഡുകളിലും പോകും. അവരൊക്കെ സമാധാനം കൊടുക്കും, പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. കൃപാസനത്തിൽ വരാൻ പറയും, മാതാവിൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയും. അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പറയണമെന്നുണ്ട്, കുറേ ഉണ്ട് പറയാനായിട്ട്. എൻ്റെ ഭർത്താവിന് തൈറോയ്ഡ് വന്നു. ആ തൈറോയ്ഡ് വന്നപ്പോഴത്തേനും അതിൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ആൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല.
അങ്ങനെയാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. ഉടമ്പടി ജീവിതം മുന്നോട്ട് എൻ്റെ നിത്യത വരെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കും. പിന്നെ ഞാൻ പള്ളിയിൽ പോകും. പള്ളിയിലെന്നും ഞാൻ കുർബാനയ്ക്ക് പോകും. ആദ്യം ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ കുർബാനയ്ക്ക് പോയിരുന്നുള്ളൂ. ആ ഞായറാഴ്ച വിട്ടിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും. പിന്നെ കുർബാന കഴിയലും അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ജപമാലകൾ തുടങ്ങും. ജപമാല, എൻ്റെ സ്പെഷ്യൽ ജപമാല ഞാൻ മുത്തുമണികൾ കോർത്തൊരുക്കി 653 മണിയുടെ ഒരു കൊന്ത ഞാൻ തന്നെ അത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതെനിക്ക് ഒക്ടോബർ മാസത്തിലേക്കുള്ള എൻ്റെ മാതാവിനെ കൊടുക്കാനുള്ളൊരു സമ്മാനമാണ്. ആ മാതാവിൻ്റെ ഒക്ടോബർ മാസം വരുമ്പോൾ ജപമാല ചൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കൊന്തയാണ്. പിന്നെ ഉള്ളത് 253ൻ്റെയും ഒരു കൊന്ത ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 കൊന്ത ഞാൻ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിലേക്ക് 653 മണിയുടെ ഒരെണ്ണം. ഇപ്പോൾ റെഗുലറായി എനിക്ക് കൊന്ത ചൊല്ലാൻ വേണ്ടി 253 മണി ജപത്തിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 253ഉം 653 എന്ന് പറയണതിൻ്റെ സംഖ്യ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ കയ്യിലുള്ള ഈ മുത്തുകൾ എത്രയുണ്ടോ അത്രേ ഞാൻ കോർക്കും. അങ്ങനെ വന്നപ്പോഴത്തേനും 200 അതുപോലെ തന്നെ 650 ആയി തീർന്നു. ഞാനത് ജപമാല ചൊല്ലി എന്നും പ്രാർത്ഥിക്കും. ഒരു ദിവസം ഈ ജപമാല അല്ലെങ്കിൽ ഞാൻ ഉറക്കത്തിൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ജപമാല ഞാൻ എവിടെയും കോർത്തിടാതെ തന്നെ കയ്യിൽ വെച്ചാൽ ഈ ജപമാല ഊർന്നു പോകത്തില്ല. ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ ജപമാല ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണം വരെ എനിക്ക് നേരം വരെ ഈ കയ്യിലുണ്ടായിരിക്കും ഈ ജപമാല. കൂടി വന്നുള്ള 7ഉം 8ഉം വരെ ഞാൻ ജപമാല ഒരു ദിവസം ചെല്ലുമായിരുന്നു. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് നിത്യത വരെ ഉടമ്പടി ജീവിതത്തിൽ ജീവിച്ച് എൻ്റെ ജീവിതം വരെ ഞാൻ പോകും മുന്നോട്ട് എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സ്തുതി. 1 യോഹന്നാൻ 4-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നു, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. രാജീസ് വർഗീസ് എന്ന ഈ സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു. സഹോദരി പങ്കുവച്ചത് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ രജീസിന് താല്പര്യം ഈശോയ്ക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ, ഈശോയ്ക്ക് കൊടുക്കാൻ സാധിച്ച സമ്മാനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈശോയിലേക്ക് എന്തുമാത്രം അടുത്തു എന്നതിൻ്റെ ഒരു മനോഹരമായ സാക്ഷ്യ പങ്കുവെക്കലായിരുന്നു ഇത്. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വളരെയാണ്. ഇത് 4-ാമത്തെ സാക്ഷ്യമാണ്. താൻ ഒരിക്കലും ഉടമ്പടി ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നാണ് ഈ സഹോദരി പറഞ്ഞത്. ഞാൻ എന്നും എപ്പോഴും ഉടമ്പടിയിലാണ്, ഇനി ഞാൻ എന്നും ഉടമ്പടിയിലായിരിക്കും. അതിൻ്റെ വലിയൊരു ഒരു തീർച്ചയുള്ളൊരു കാര്യമാണ് ഈ സഹോദരി പറഞ്ഞത്. ഞാൻ ഉടമ്പടി പത്രം 1 നിന്ന് തുടങ്ങിയതാണ്. ഇന്ന് അത് അനേക കെട്ടുകളായി അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, വിശേഷവിധിയായി നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എന്തു ചെയ്തു? വിശേഷവിധിയായി ഈശോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നു. പരിശുദ്ധാമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒഴിഞ്ഞ പാത്രങ്ങളിലെല്ലാം നിറയ്ക്കുവാനായി അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈശോ നമുക്ക് അനുവദിച്ചു തന്നു. വിശേഷവിധിയായി ഞാൻ എന്താണ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തതെന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മോട് ചോദിക്കാറുണ്ട്. ഈ അമ്മ ചെയ്തിരിക്കുന്നത് ഓടുന്ന ട്രെയിനിൽ പത്രം കൊടുക്കാൻ വേണ്ടി മാത്രം, കൃപാസനം പത്രം വിതരണം ചെയ്യാൻ വേണ്ടി മാത്രം കോട്ടയം ടു തൃശ്ശൂർ, റിട്ടേൺ തൃശ്ശൂർ ടു കോട്ടയം. എന്നിട്ടും പത്രങ്ങൾ ബാക്കി വരികയാണെങ്കിൽ ഈ സഹോദരി അത് KSRTC ബസ്സിൽ കയറി, വലിയ ലോങ് ട്രിപ്പുള്ള ബസ്സുകളിൽ കയറി അവിടെയുള്ള ആളുകൾക്ക് കൊടുത്ത് അത് ആരൊക്കെയാണ് വായിക്കുന്നവർക്ക് വേണ്ടി കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പത്രം കൊടുക്കാറുള്ളതെന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒക്ടോബറിലേക്ക് വേണ്ടി ഈ അമ്മ വളരെയധികം ഒരുങ്ങിയിരിക്കുകയാണ്.
ജപമാല ഒരാഘോഷമാക്കാൻ വേണ്ടി 653 253 എന്നുള്ള ജപമണിവാൾ ഒരുക്കി കൂട്ടി ഇപ്പോൾ തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. വലിയ ഒരു ഒരുക്കത്തിൻ്റെ വ്യക്തിയാണ് രജീസ് എന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സാക്ഷ്യമാണ്. നിത്യതയിലേക്ക് അടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ തന്നെ അതൊന്നും ഞാൻ കാര്യമാക്കാത്ത വ്യക്തിയാണ്. കാരണം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന എനിക്ക് ഈശോയുണ്ട്. എൻ്റെ അമ്മ എനിക്കെല്ലാ കാര്യങ്ങളും സാധിച്ചു തരുമെന്ന് ഉറപ്പുണ്ട് എന്നാണ് ഈ സഹോദരി പറയുന്നത്. ഉടമ്പടിയുടെ എല്ലാ തികവോടും നിറവോടും കൂടിയാണ് ഈ സഹോദരി ഇന്ന് അൾത്താരയിൽ കയറി നിൽക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കും ഈ സഹോദരിയോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയാം, ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഈ സഹോദരി നൽകിയ എല്ലാ നന്ദിക്കും, എല്ലാ സ്തോത്രങ്ങൾക്കും, പുകഴ്ചകൾക്കും നമുക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കൈയുടെ ഈശോയ്ക്കും മാതാവിനും നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.